നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 8/5/2026 വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. അതുപോലെ റബ്ബർ വില വീണ്ടും കുതിച്ചു കയറുകയാണ്. ഇന്നത്തെ വില നോക്കുമ്പോൾ 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 255, RSS 5 251, ISNA 20 210, ലാറ്റക്സ് 60% ഡിയാസുള്ള 161.70 ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 255, RSS 5 281 ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 156, 60% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 117. അഗർത്തല വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 256, RSS 5 241 ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇനി അതുപോലെ സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,995, ഒരു പവൻ 1,11,960. അതുപോലെ 24 ക്യാരറ്റ് 15,268, ഒരു പവന് 1,22,144. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 14,451, ഒരു പവൻ 91,608. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞു മുഖ്യമന്ത്രി തീരുമാനിക്കാനാവാതെ കോൺഗ്രസ് ഞായറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മോഹത്തിൽ നിന്ന് പിന്മാറണം. ചോറ് കഴിക്കുന്ന ഒരു മലയാളി എന്ന പേരിൽ ദില്ലിയിൽ ഫ്ലക്സ്. ജനവികാരമാണ് പിന്നിലെന്ന് കണ്ണൂർ സ്വദേശി. കേരളത്തിൽ മുഖ്യമന്ത്രി പദവിക്കായി തർക്കം തുടരുന്നതിന് KC വേണുഗോപാലിനെതിരെ ഖർഗയുടെ വസതിക്ക് മുമ്പിലാണ് ഈ ഫ്ലക്സ്. ജനത്തിൻ്റെ അടിപതറാത്ത വികാരമാണ് ഫ്ലക്സ് വെച്ചതിന് പിന്നിലെന്ന് കണ്ണൂർ സ്വദേശി പറയുന്നു. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത KC മുഖ്യമന്ത്രിയായി കാണാനല്ല, വീഡിയോ കാണാനാണ്. ചർച്ചകൾ നടക്കുന്നത് പ്രകാരം KC മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ജനത്തിൻ്റെ വികാരമല്ല. ജനങ്ങൾക്ക് VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നാണ്. KC മുഖ്യമന്ത്രിയാവുന്നതിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് ഫ്ലക്സ് വെച്ചതെന്ന് കണ്ണൂർ സ്വദേശി പറയുന്നു. എല്ലാ മാധ്യമങ്ങളുടെ ശ്രദ്ധയും നേടാനാണ് ഖർഗയുടെ വസതിക്ക് മുന്നിൽ ഫ്ലക്സ് വെച്ചതിന് പിന്നാലെന്നും കണ്ണൂർ സ്വദേശി പറയുന്നു. മുഖ്യമന്ത്രി കരുണാകരൻ്റെ മോൻ പറയുന്നത് K മുരളീധരൻ, അതായത് വട്ടിയൂർക്കാവ് ഇപ്പോഴത്തെ MLA, ഒരു വികാരമാണ്. VD സതീശനും സീനിയോറിറ്റിയും മറ്റും എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ മാധ്യമത്തിലൂടെ പറഞ്ഞത്. അതേസമയം മുൻ കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന AK ആന്റണി പറയുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള വിചാരത്തിലാണ് നിൽക്കുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് VD സതീശനെ ആഭ്യന്തരം മറ്റും കൊടുക്കാനുള്ള ഇതാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ആര് മുഖ്യമന്ത്രി ആവുമെന്നുള്ളത്. നമുക്ക് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.